അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ 101 അധ്യായമായ സൂറത്തുൽ ഖാരിഅ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് സൂറത്തുൽ ഖാരിഅയിലെ 5 ആയത്തുകളുടെ ആശയങ്ങൾ നാം പഠിച്ചു. ഇനി നമുക്ക് 6 ആയത്തുകളാണ് ബാക്കിയുള്ളത്. ആ സൂക്തങ്ങൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. കഴിഞ്ഞ ആയത്തുകളിൽ ഖിയാമത്തിൻ്റെ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു സൂചിപ്പിച്ചു. അതേപോലെ ഖിയാമത്തിൻ്റെ വേളയിൽ മനുഷ്യനും പർവ്വതങ്ങൾക്കും സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി ഈ ആയത്തുകളിൽ 6 ആയത്തുകളിൽ അള്ളാഹു തആല മനുഷ്യൻ്റെ കർമ്മങ്ങളെ എങ്ങനെയാണ് അള്ളാഹു വിചാരണ ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷാശിക്ഷകൾ തീരുമാനിക്കുന്നത്, അതിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. 6-ാമത്തെ ആയത്ത്, ഫഅമ്മാ മൻ സഖുലത് മവാസീനു. ഫ അപ്പോൾ, അമ്മ എന്നാൽ, മൻ ആരോ ഒരാൾ, സഖുല കനമുള്ളതായി ഭാരമുള്ളതായി, സഖുലത് മവാസീനുഹു മീസാൻ ത്രാസ് എന്നാണ് അർത്ഥം. അതിൻ്റെ ബഹുവചനാണ് മവാസീൻ. വസന യസീനു തൂക്കിക്കണക്കാക്കുന്നതിന് ആ വാക്കാണ് ഉപയോഗിക്കുക. മവാസീനുഹു അവൻ്റെ ത്രാസുകൾ, ഫഅമ്മ എന്നാൽ, മൻ ആരോ ഒരാൾ, സഖുലത് മവാസീനുഹു അവൻ്റെ ത്രാസുകൾ ഭാരമുള്ളതായി. എന്നാൽ ആരുടെ ത്രാസുകൾ കനമുള്ളതായോ ഭാരമുള്ളതായോ? അടുത്ത ആയത്ത്, ഫഹുവ ഫീ ഈശത്തിർ റാദിയ. ഫ അപ്പോൾ, ഹുവ അവൻ, ഫീ ഇൽ ആകുന്നു, ഈശ ജീവിതം, ആശ യഈശു ജീവിച്ചു, ഈശത്ത് ജീവിതം, റാദിയ സംതൃപ്തമായ ജീവിതം. ഫഹുവ ഫീ ഈശത്തിർ റാദിയ അപ്പോൾ അവൻ സംതൃപ്തമായ അനുഗ്രഹീതമായ ജീവിതത്തിലായിരിക്കും. ഇതാണ് ഒന്നാമത്തെ ഫലമായിട്ട് അള്ളാഹു പറയുന്നത്. ഇത് പ്രതീക്ഷയുള്ള ഒരു റിസൾട്ടാണ് അല്ലേ? ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. അള്ളാഹു നമ്മയൊക്കെ അതിൽ ഉൾപ്പെടുത്തട്ടെ അല്ലേ? അങ്ങനെ പ്രാർത്ഥിക്കാം. ഈ ആയത്ത് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ. ഫഅമ്മ എന്നാൽ, മൻ ആരോ ഒരാൾ, സഖുലത് മവാസീനു ആരുടെ ത്രാസുകൾ കനമുള്ളതായോ. അവിടെ മൻ എന്ന് പ്രയോഗിച്ചു കണ്ടില്ലേ? ഓരോ ആൾക്കും പ്രത്യേക സ്ക്രീനിങ് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ മാളിലും എയർപോർട്ടിലും മറ്റുമൊക്കെ ചെല്ലുമ്പോൾ സ്ക്രീനിങ് നടക്കുന്നില്ലേ? അപ്പോൾ ഓരോ ആളെയും പ്രത്യേകമായിട്ടാണ് അല്ലാഹു തആല വിചാരണ ചെയ്യുന്നത്. ആൾക്കൂട്ടത്തെ ഒന്നിച്ച് കയറ്റിവിടുന്ന ഒരു ഗ്രീൻ ചാനൽ ആയിരിക്കില്ല അവിടെ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് വളരെ ഗൗരവതരാണ് അല്ലേ? നേരത്തെ നാം മനസ്സിലാക്കിയ പോലെ ഓരോ ആളും തനിച്ചായിരിക്കും എന്നതാണ് അതിലെ ഒരു ആശയം. മവാസീനുഹു എന്ന വാക്കില്ലേ, ആരുടെ ത്രാസുകൾ കനം തൂങ്ങിയോ, ത്രാസുകൾ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പം എന്താ അതിൻ്റെ ഉദ്ദേശം? കനം തൂങ്ങുക എന്ന് പറഞ്ഞാൽ നന്മ വർദ്ധിക്കുക എന്നുള്ളതാണ്. തിന്മയേക്കാൾ നന്മ കൂടുതലാകുമ്പോൾ നന്മയ്ക്കാണ് പരലോകത്ത് കനം ഉണ്ടാവുള്ളൂ, തിന്മയ്ക്ക് ഭാരം ഉണ്ടാവില്ല എന്നതാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം. അപ്പം നന്മ കനമുള്ളതാവുക, നന്മ കൂടുതലാവുക എന്നാവാം, തിന്മയേക്കാൾ കൂടുതൽ നന്മ ഉണ്ടാവുക എന്നതാണ് അതിൻ്റെ ഒരാശയം. പിന്നെ ഒരാശയം, നന്മയ്ക്ക് തന്നെ പല ഗ്രേഡുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ നമസ്കാരം എല്ലാവർക്കും ഒരേ മാർക്കായിരിക്കും കിട്ടുക. ചിലർക്ക് A+ ഉണ്ടാവും, ചിലരത് A, ചിലത് B ആണ്, B+ ആണ്, C ആണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലേ?
നമ്മുടെ മനസ്സ് നമസ്കാരത്തിൽ എങ്ങനെയായിരുന്നു, അതേപോലെ നമസ്കാരവും നമ്മുടെ ജീവിതവും തമ്മിൽ കണക്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം പ്ലസ് ഉണ്ട്, എത്ര മൈനസ് ഉണ്ട്, ഒക്കെ പ്രധാനമല്ലേ. അപ്പോൾ ഓരോ കർമ്മത്തിനും പ്രത്യേക തൂക്കം ഉണ്ടാവും, നന്മയ്ക്ക് പ്രത്യേക തൂക്കം ഉണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കുക. അതാണ് ഒരു ത്രാസല്ല, മവാസീൻ, ത്രാസുകൾ എന്ന് പ്രയോഗിച്ചപ്പോൾ പലതരത്തിലുള്ള തൂക്കങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് മനസ്സിലാവും. ഫഹുവ ഫി ഈശത്തി റാദിയ, അവൻ സംതൃപ്തമായ ജീവിതത്തിലാണ്. അതേതാ ജീവിതം? പരലോക ജീവിതമാണ് അല്ലേ. സാധാരണ ഹയാത്ത് എന്നാണ് ജീവിതത്തിന് പറയാം, ഈ ലോക ജീവിതം ഹയാത്തു ദുനിയ എന്ന് പറയും. പക്ഷെ അവിടെ ഈശത്ത് പറയുമ്പോൾ അത് കുറെ കൂടി ശാശ്വതമായ ഒരു ജീവിതമാണ് എന്ന സൂചനയുണ്ട്. റാളിയ, സംതൃപ്തമാണ്. എങ്ങനെ? തനിക്ക് ലഭിച്ചിരിക്കുന്ന റിസൾട്ട്, തനിക്ക് കിട്ടിയിരിക്കുന്ന പ്രതിഫലം, റിവാർഡ്, അതിലൊക്കെ അയാൾ ഏറെ സംതൃപ്തനാണ്. അള്ളാഹുവോ? അള്ളാഹു അയാളെക്കുറിച്ചും സംതൃപ്തനാണ്. ഖുർആൻ പറയുന്നില്ലേ, റാളിയത്തെ മർലിയ റളിയല്ലാഹു അൻഹും വ റളു അൻ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംതൃപ്തി ഉണ്ടാവും അല്ലേ. അതാണ് ഏറ്റവും പ്രധാനം. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. അപ്പോൾ ശരിക്കും നമ്മൾ എക്സലൻ്റ് ആയിട്ട് മാറുന്നുണ്ട് അവിടെ. ജസ്റ്റ് പാസ്സല്ല, മറിച്ച് എക്സലൻ്റ് ആണ്, ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. ഫഹുവ ഫി ഈശത്തി റാദിയ, വളരെ സംതൃപ്തമായ ജീവിതത്തിലാണ്. ഇനി അതിൻ്റെ മറുവശം, വഅമ്മ എന്നാൽ മൻ, ആരോ ഒരാൾ, ഖഫത്ത് മവാസീനുഹു, ഖഫ ഖിഫു കനം കുറഞ്ഞു, ലഘുവായി എന്ന അർത്ഥം. മവാസീനുഹു, ആരുടെ ത്രാസുകൾ കനം കുറഞ്ഞു. അപ്പോൾ സഖുല എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് ഖഫ എന്നത് അല്ലേ. വഅമ്മാ മൻ ഖഫത്ത് മവാസീനു ഫഉമ്മുഹു ഹാവിയ. അപ്പോൾ ഉമ്മ, എന്താ ഉമ്മിന് സാധാരണ അർത്ഥം പറയാം? മാതാവ് എന്നാണ് അല്ലേ. ഇവിടെ ഉമ്മിന് സങ്കേതം എന്നർത്ഥമുണ്ട്, ചേർന്ന് നിൽക്കുന്നത്, ഒരാൾ അഭയം കണ്ടെത്തുന്ന ഇടം എന്നാണ് ആശയം. ഉമ്മുഹു, അവൻ്റെ സങ്കേതം, ഹാവിയ, ഹാവിയ ആകുന്നു. അത് നരകമാണ്, നരകത്തിൻ്റെ വേറിട്ടൊരു ഘട്ടമാണത്. ശരിക്കും ആ വാക്കിൻ്റെ ആശയം ഗർത്തം എന്ന് പറയില്ലേ, ഡീപ്പായിട്ടുള്ള ഒരു കുഴിയിൽ ചെന്ന് പതിക്കുകയാണ്. നരകത്തിൻ്റെ മറ്റൊരു പേരാണ്. നമ്മൾ പല വാക്കുകൾ പഠിച്ചില്ലേ, നാറ് പഠിച്ചു, ഹുത്തമ പഠിച്ചു, പിന്നെന്താ പഠിച്ചത്? ജഹീമ് പഠിച്ചു സൂറത്തു തക്കാസുറിൽ. ഇപ്പോൾ വീണ്ടും പഠിക്കുകയാണ് ഹാവിയ അല്ലേ. ഒരുപാട് ആഴത്തിലുള്ള ഘട്ടമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഒരുപാട് കാലമായിട്ട് നരകത്തിലേക്ക് ഇങ്ങനെ താഴോട്ട് പതിച്ച് പതിച്ച് അതിൻ്റെ അടിത്തട്ടിലെത്തുന്ന അവസ്ഥയാണ് ഹാവിയ. ഫ ഉമ്മുഹു ഹാവിയ, അവൻ്റെ സങ്കേതം ഹാവിയ ആകുന്നു. ഈ രണ്ട് ആയത്തുകളുണ്ടല്ലോ, ഫ അമ്മാമനും വ അമ്മാമനും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കാണാതെ പഠിച്ചിട്ട് നിസ്കരിക്കുമ്പോൾ ഓതാൻ നിന്നാലില്ലേ, ആകെ കൺഫ്യൂഷനായിരിക്കും. ഫ അമ്മാമനാണോ വ അമ്മാമനാണോ ആദ്യം, ഏത് അമ്മാമനാണ് എന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഉറപ്പിക്കണം, ഇതുപോലെ ഒരേ ശൈലിയിൽ വരുമ്പോൾ ആദ്യത്തേത് ഫ ആയിരിക്കും, രണ്ടാമത്തേത് വ ആയിരിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഫ അമ്മാമൻ എന്ന് പറയും, രണ്ടും ഏതെങ്കിലും ഒന്നിൽ കൊള്ളട്ടെ എന്ന് കരുതിയിട്ട് അങ്ങ് പറയും അല്ലേ. അങ്ങനെ സംഭവിക്കരുത്. ഖുർആൻ ഓതുമ്പോൾ ഓരോ അക്ഷരവും കൃത്യമായിരിക്കണം. അപ്പോൾ ആദ്യത്തേത് ഫ അമ്മ, രണ്ടാമത്തേത് വ അമ്മ. ഇതേ ശൈലിയിൽ വേറെയും സ്ഥലങ്ങളിൽ കാണാം. സൂറത്തുൽ ഫജ്റിൽ ഒക്കെ ഉണ്ടല്ലോ, ഫ അമ്മ വ അമ്മ രണ്ടും വരുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വ അമ്മ മൻ ഖഫത്ത് മവാസീനുഹു ഫ ഉമ്മുഹു ഹാവിയ, അവൻ്റെ സങ്കേതം നരകമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ കർമ്മങ്ങൾ തൂക്കി നോക്കുമ്പോൾ ഒട്ടും ഭാരമില്ല. എന്താ സംഭവിച്ചത്? അവൻ ഈ ലോകത്ത്, ഭൗതിക ലോകത്ത് സുഖിച്ച് ആസ്വദിച്ച് കഴിഞ്ഞു. പരലോകത്തിന് വേണ്ടി ഒന്നും എടുത്തു വെച്ചില്ല. ദാനധർമ്മങ്ങളില്ല, ദൈവവിശ്വാസമില്ല, പരലോക ബോധമില്ല, നന്മകളൊന്നും ചെയ്തില്ല. അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോഴെന്താ, എല്ലാം വെറും പൊള്ളായിട്ട് മാറിപ്പോയിരിക്കുന്നു എന്നാണ്. ഫ ഉമ്മുഹു ഹാവിയ, അവൻ്റെ സങ്കേതം ഹാവിയ എന്ന നരകമാണ്. ഉമ്മ എന്ന വാക്കിന് മറ്റൊരാശയമുണ്ട്. എന്താണെന്നറിയാം? കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ കൊച്ചനിയന്മാരും അനിയത്തിമാരൊക്കെ ഇല്ലേ, അവർ ഇപ്പോൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണാൽ എഴുന്നേറ്റിട്ട് കരഞ്ഞുകൊണ്ടൊരു ഓട്ടമുണ്ട്. എങ്ങോട്ടാണ് ഓടുക? ഉമ്മയുടെ അടുത്തേക്കാണ് അല്ലേ. ഉമ്മയുടെ അടുത്ത് എത്തുമ്പോൾ ഉമ്മ അതിനെ വാരി എടുത്ത് സാരയില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് തലോടുമ്പോൾ പെട്ടെന്ന് കരച്ചിലൊക്കെ നിന്നു. അപ്പോൾ ശരിക്കും സങ്കേതം, ഒരാൾ ആഗ്രഹിച്ച് ചെല്ലുന്ന ഇടമാണ് ഉമ്മ.
ഇയാളുടെ അവസ്ഥ എന്താ? ഇയാൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ ശരിക്കും നോക്കിയാൽ എങ്ങനെയെങ്കിലും നരകത്തിൽ എത്തേണ്ടിയിരുന്നു എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ആളെ പോലെയാണ്. അതുകൊണ്ട് ഇതാ, നീ ആഗ്രഹിച്ച ഇടത്ത് നീ എത്തിയിരിക്കുന്നു, ഉമ്മുഹു ഹാവിയ, അങ്ങനെ അവൻ നരക സങ്കേതത്തിലെത്തി എന്ന് അള്ളാഹു പറയാൻ. എന്നിട്ട് അതിൻ്റെ ഗൗരവം ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. വമ അദറാക മാഹിയ, വമ എന്താണ്, അദറ അറിഞ്ഞു, വമ അദറാക്ക നിനക്കെന്തറിയാം, മാ എന്താണ്, ഹിയ അത് എന്താണെന്ന് നിനക്കറിയാമോ? അള്ളാഹു ചോദിക്കാൻ. നീ എങ്ങനെ അറിയാനല്ലേ? നീ പരലോകം കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ആയത്തുകൾ ഓതി അർത്ഥം പറയുമ്പോൾ വളരെ കൂളായിട്ട് നീ മുന്നോട്ട് പോവാണല്ലോ. നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്താണത്? വമാ അദ്റാക മൽ ഹുത്തമ, നേരത്തെ ചോദിച്ചില്ലേ. അതേപോലെ ഈ സൂറയിൽ വമാ അദ്റാക മൽ ഖാരിഅ, അതേപോലെ വീണ്ടും അതിൻ്റെ ഗാംഭീര്യം ഉണർത്താൻ വേണ്ടിയിട്ട് അള്ളാഹു ചോദിക്കാം, വമാ അദ്റാക മാ ഹിയ, അതെന്താണെന്ന് നിനക്കറിയാവോ? ഈ ആയത്തിൽ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കൂ. വമാ അദ്റാക മാ ഹിയ എന്ന് അവസാനിക്കുന്നില്ല. ഹിയ കഴിഞ്ഞിട്ട് ഒരു ഹാ കൂടിയുണ്ട് അല്ലേ? ആ ഹായുടെ ഹർക്കത്ത് എന്താണ്? സുക്കൂനാണ്. മാ ഹിയ, ഹിയ ഹ് എന്ന് ഹായ്ക്ക് സുക്കൂൻ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ അങ്ങനെ? ശരിക്കും മാ ഹിയ എന്ന് മതി. ഹിയ എന്ന വാക്കിൻ്റെ അർത്ഥം അത് എന്നാണ്. സ്ത്രീലിംഗ പദമാണ്, അവൾ എന്നും പറയാം. അതിൻ്റെ പുല്ലിംഗ രൂപം എങ്ങനെയാ? ഹുവയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, നേരത്തെ നമ്മൾ പഠിച്ചില്ലേ. വമാ അദ്റാക മാ ഹിയ, ഇവിടെ അവസാനം ഒരു ഹാ വന്നത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്, അഥവാ സായിദ എന്ന് പറയും. മറ്റ് ആയത്തുകളോട് കണക്ട് ചെയ്തുകൊണ്ട് അതേ ശൈലിയിൽ അതേ പ്രാസത്തിൽ വന്നതാണ് എന്നാണ് പറയുന്നത്. فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية وما أدراك ما هي. അപ്പോൾ അതേ പ്രാസത്തിൽ വരണമെങ്കിൽ അങ്ങനെ വേണം. ആ ഹാ ഇല്ലെങ്കിൽ വമാ അദ്റാക മാ ഹി എന്നായിരിക്കും നൃത്തം. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ ചേർന്ന് വന്നതാണ്. ഏതായാലും അതെന്താണെന്ന് നിനക്കറിയാമോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. എന്നിട്ട് അള്ളാഹു തന്നെ മറുപടി പറയാണ്, നാറുൻ, അതൊരു തീയാണ്, ഹാമിയ, ചുട്ടുതിളക്കുന്ന ചുട്ടുപൊള്ളുന്ന തീയാണത്. നാറുൻ ഹാമിയ. ഹുമ്മ എന്നാണ് പനിക്ക് പറയാം, ശരീരം ചൂടാകുന്ന അവസ്ഥയല്ലേ. ഹാമിയ എന്ന് പറഞ്ഞാൽ ചുട്ടുതിളക്കുന്നത്, അഗാധ ഗർത്തമാണ്, നരകത്തിൻ്റെ അടിത്തട്ടാണ്. അവിടെ ഏറ്റവും ചൂടുള്ള തീയായിരിക്കും നാറുൻ ഹാമിയ എന്ന് അല്ലാഹു തആല ചേർത്ത് പറയുന്നു. അപ്പോൾ നരകത്തിന് നാർ എന്ന വാക്ക് രണ്ടാമത്തെ തവണയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. നേരത്തെ സൂറത്തുൽ മസദിൽ സയസ്ല നാറൻ ദാത്ത ലഹബ്, ഇവിടെ നാറുൻ ഹാമിയ. അപ്പോൾ ഹാമിയ എന്നത് നരകത്തിൻ്റെ ഒരു വിശേഷണമായിട്ട് വന്നിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഈ സൂറ സമാപിക്കുമ്പോൾ വല്ലാത്ത ബേജാറാവുന്നില്ലേ? തുടക്കവും അങ്ങനെ തന്നെയാണല്ലേ. ഇടയിൽ 2 ആയത്തുണ്ടായിരുന്നു. ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫി ഈശത്തി റാദിയ. അതിലാണ് നമ്മുടെ പിടുത്തം, അതിലാണ് പ്രതീക്ഷ. അതുകൊണ്ട് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും കുറേ പ്ലസ് ഉണ്ടാക്കാൻ കഴിയും എന്നാലോചിക്കണം. കൂട്ടുകാരോട് ചിരിച്ചാൽ, നല്ല വാക്ക് പറഞ്ഞാൽ, ഒരു പേന കടം കൊടുത്താൽ, അല്ലേ, ഫുഡ് ഷെയർ ചെയ്താൽ, അതൊക്കെ നമുക്ക് പ്ലസ്സാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ ആ ത്രാസിൽ, അള്ളാഹുവിൻ്റെ ത്രാസിൽ എങ്ങനെ നന്മകൾ ഭാരമുള്ളതാക്കാം എന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. പടച്ച തമ്പുരാൻ അങ്ങനെ ഭാരമുള്ള നന്മകൾ നേടിയെടുക്കാനും കർമ്മങ്ങൾ ലഘുവായി കനമില്ലാത്തതായി പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടാനും പഠിച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.